കോട്ടയ്ക്കിൽ നിന്നും അങ്ങാടിപ്പുറത്തേക്കുള്ള ബസ്സിലുണ്ടോ കയറിയത്. അതായത് അജിതാ മിസ്സും സിത്താര മിസ്സും തിരൂരിൽ നിന്ന് കോട്ടയ്ക്കലിലേക്ക് പടങ്ങി ബസ്സിൽ വന്ന് ഇറങ്ങി. ഞാനവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അവർ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി അങ്ങാടിപ്പുറത്തേക്കുള്ള ബസ്സിലൊക്കെ കയറിയിരുന്നു. സാധാരണ രീതിയിൽ ബസ്സിൽ കയറി കഴിഞ്ഞ് ഞാൻ വേഗം സൈഡ് സീറ്റ് തിരിച്ചിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങുന്ന ആളാട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഇവർ മുമ്പിലിരുന്നിട്ട് വല്ലാതെ കത്തിയടിക്കുക, പുറത്തേക്ക് നോക്കുന്നു, സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അസൂയായിട്ട് ഞാൻ നല്ല അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. ബസ്സിൽ യാത്ര എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. നമ്മൾ ബസ്സിലെ ഡ്രൈവർ ഞങ്ങളോട് ഭയങ്കരമായിട്ട് സഹകരിച്ചു. പല സ്ഥലങ്ങളും കാണിച്ചു തരികയും സംശയത്തിന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു തരികയൊക്കെ ചെയ്തു കേട്ടോ. ദേവീക്ഷേത്രത്തിൽ എത്തുന്നതിന് മുന്നേ ക്ഷേത്രം ഉണ്ടെന്നും അവിടെ പോയി ആദ്യം തൊഴണമെന്നൊക്കെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദേവീക്ഷേത്രത്തിന് തൊട്ട് മുമ്പിലെത്തി. അവിടെ ഇറങ്ങി അവിടുന്ന് തന്നെ ഞങ്ങൾ കാത്ത് വിനീത മിസ് അവിടെ ഉണ്ടായിരുന്നു. വിഷ്ണു ഞങ്ങൾ ഇടയ്ക്ക് ബസ്സിന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നടക്കുന്ന വഴിയിൽ അതിമനോഹരമായ ആർട്ട് ഗാലറി പോലെ തോന്നിക്കുന്ന ഒന്ന് കണ്ടു കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് എൻ്റെ സ്വന്തം മച്ചു ഉണ്ണി സുൽത്താൻ്റെ കരവിരുന്നാൽ വിരിഞ്ഞ ശില്പഭംഗികളായിരുന്നു അത്. അതായത് അവൻ കൊത്തിവെച്ച ശില്പങ്ങളായിരുന്നു. പടികൾ ഓരോന്നോരോന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെല്ലുന്നിടം തന്നെ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു കേട്ടോ. ഇവിടെ നാഗരാജാവിൻ്റെ സ്ഥലമാണ് കേട്ടോ. അവിടെ പാമ്പിനെ കണ്ടു. ആ സമയത്ത് ആരൊക്കെ പാമ്പിനെ കണ്ടതായിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ എവിടെ പോയാലും ഒരു ഫോട്ടോഷൂട്ട് പതിവാണല്ലോ, അതവിടെ നടന്നു കേട്ടോ. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആളില്ലാതെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഉത്സവത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മറ്റന്നാളോട് കൂടിയിട്ട് അവിടെ കൊടിയിറങ്ങും. ഇവിടെ വന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മംഗല്യഭാഗ്യം ഉണ്ടാവുമെന്നാണ് കേട്ടോ പറയുന്നത്. പോകുന്ന വഴിയിൽ ഒരു അമ്മ തത്തമ്മ ചീട്ടെടുക്കുന്നുണ്ടല്ലോ, നമ്മൾ കൈനോട്ടക്കാരി ഉണ്ടായിരുന്നു. അവരെ വിനീത മിസ് വെറുതെ വിട്ടില്ല കേട്ടോ. തൊഴുതിറങ്ങിയപ്പോൾ ഞങ്ങൾ അന്നദാനത്തിലും പങ്കുകൊണ്ടു കേട്ടോ. തിരക്കില്ലാതെ തൊഴാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമായി. തിരിക്ക് വരുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും ഇറങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിച്ചത്. അമ്മേ നാരായണ.